വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവാട്ടോ. ഇവിടെ ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെ പോകുന്നത്. അപ്പം ഞാൻ പോകുന്ന വഴിയിൽ വണ്ടിയിൽ ഇരുന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റംബൂട്ടാനൊക്കെ പറിച്ചതാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ ഗാലറിയിൽ ഇങ്ങനെ കിടക്കുക. ഇത് കിടക്കുന്ന കാര്യമേ ഞാൻ മറന്നോ. ഇന്നലെ ഞാൻ കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴേ ഇത് കിടക്കുന്ന കണ്ടത്. അപ്പം എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് എടുത്തില്ലേ, അപ്പം പിന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. കുരിയോട്ടുമല ഫാമിൽ പോവാട്ടോ. അപ്പം ഞാനും ഇക്കായ അവിടെ പോയിട്ടുണ്ട്. ഇച്ചു എപ്പോഴും ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിലൂടെ വരുമ്പോൾ ഇച്ചു എപ്പോഴും പറയും നമുക്കവിടെ പോവാന്ന്. അങ്ങനെ ഇച്ചുവിനെ കൊണ്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാട്ടോ. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. നമ്മളവിടെ ഒരാൾക്ക് 30 രൂപയാവും. പിന്നെ കാറ് കയറ്റി വിടുന്നതിനും കാറിനും കൂടെ ചാർജ് ആവും. 50 രൂപ എന്തോ ആവുന്നത്. നമുക്ക് അവിടെ നിന്ന് ഒരു റൂട്ട് മാപ്പ് ഒക്കെ തരും കേട്ടോ. പോയിട്ട് വഴി തെറ്റാതെ തിരിഞ്ഞെത്താൻ വേണ്ടിയിട്ട്. എനിക്ക് റൂട്ട് മാപ്പ് കണ്ടപ്പോൾ ഡോറ ബുജ്ജി ഓർമ്മ വന്നത്. ഇച്ചു, നമുക്ക് പശുവിനെ കാണാൻ പോവാം. ഇവിടെ ഒരു മാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ മാപ്പ് ഒന്ന് ഇവിടെ സ്കൂളിൽ നിന്ന് വന്ന പിള്ളേരാ. പശുവിനെ മേലോട്ട് ചെന്നിട്ട് നമുക്ക് ഇറങ്ങി കാണാം കേട്ടോ. പശുണ്ട്, ആടുണ്ട്, പിന്നെ പീക്കോക്കിനെ കാണാം, മേളി പാർക്കുണ്ട്, എല്ലാം ഉണ്ട്. പോവാം. കോഴിയുണ്ട്. മേലോട്ട് എന്നിട്ട് ഇറങ്ങാം. തൊട്ടല്ലോ. ഇനി കരയല്ലേ. ഇങ്ങോട്ട് ഓ എന്ത് പറഞ്ഞു. കൊള്ളാലോ ഇത്. സ്നോ വൈറ്റ് ഡക്സ് കൊള്ളാല്ലേ. എന്താ ഡക്ക്? ഡക്ക് താറാവ് അല്ലയോ? ഒരു മുട്ട തരുവോ? മുട്ടയില്ല. നോക്ക്, ഇതെന്തുവാടാ? ഇതെന്തോന്ന് പറഞ്ഞേ? ഇതെന്തുവാ? നമ്മുടെ വീട്ടിലുണ്ടല്ലോ സാധനം. പറഞ്ഞേ, അറിയാമോ എന്താന്ന്? ഇത് മീൻകുളം ആട്ടോ. ഇവിടെ ഒരുപാട് മീനുണ്ട്. വലിയ മീനുണ്ട്, ചെറിയ മീനുണ്ട്. ഇവിടുന്ന് മീനൊക്കെ പിടിച്ച് അവർ മേളിൽ കൊണ്ടിട്ട് വിൽക്കും. അപ്പം നമ്മളത് മീൻ പിടിക്കുന്ന കണ്ടിട്ട് ഇങ്ങോട്ടൊന്ന് കയറി നോക്കിയതാ. ഇച്ചിന് ഭയങ്കര ഇഷ്ടമാണ് മീൻ. എപ്പോഴും പറയും മീൻ മേടിക്കാന്ന്. ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ അത് കാണിക്കാമെന്നും പറഞ്ഞത്. കുഞ്ഞു മീനാട്ടോ. അവർ പിടിച്ച് മേളിൽ കൊണ്ട് കൊടുക്കും. അപ്പം മീനാണ്ട് വളർത്താനല്ലയോ? മേളി പോകാം. പിന്നെ അതൊക്കെ കണ്ടിട്ട് മേളിലോട്ട് പാർക്കാട്ടോ. പാർക്കിലോട്ട് പോകുന്നതിന്റെ സന്തോഷിച്ച് ഓടിക്കൊണ്ട് വരുന്നത്. പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ചാട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു. എല്ലാത്തിലും കയറി. വന്നു ഇച്ചു താഴെ ഊഞ്ഞാല്. ഉമ്മ കയറ്റിയിരുത്തട്ടെ. മാറിച്ച് വാപ്പ കയറട്ടെ. ദേഷ്യം നോക്ക്. ഒന്ന് മാറ്. താ പിടിച്ചു പോയിക്ക. ഞാൻ പൊങ്ങുന്ന കുഞ്ഞിനെ പിടിച്ചു പോയി. പേടി. അവ ഇരിക്കുന്നുണ്ട്. മതി. ഞാൻ ഇറക്ക്. വേണ്ട മീൻ ഇങ്ങോട്ടോ. ദാണ്ടേ മേലോട്ട് നോക്ക്. അത് കടിക്കാൻ വരുന്നു. കണ്ട കണ്ട ഇത് നോക്കുമ്പോ കടിക്കാൻ വരുന്നു. നമ്മള് കൈ വെക്കുന്നിടത്ത് കയ്യിലെടുത്തോട്ട് വരുന്നുണ്ടോ?
ഇത് എങ്ങനെയാണോ ഇത് നോക്ക് അത് ഫ്ലവർ ഫോണാ 1800. ഇച്ചു ഇച്ചു നോക്ക് വാ ടീ മൊട്ട് നോക്ക് ഓക്സ്റിച്ചിന്റെ എഗ് ഉണ്ട് ഇതൊക്കെ ഒന്നുമില്ല കൊണ്ടുപോകാൻ കുപ്പി എന്ത് ചെയ്യുന്നു നമ്മൾ മീൻ വളർത്തുന്നവർ പിടിക്കുന്ന കണ്ടില്ലായിരുന്നു അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ചെറിയ സൈസ് അനുസരിച്ച് അവർ വേറെ വേറെ ഡപ്പകളിലാക്കി വിൽക്കാൻ വെക്കുന്നത് ഇവിടെ കേട്ടോ മീൻ വാങ്ങേണ്ടത് നെയ്യൊക്കെ വാങ്ങാൻ പറ്റും പിന്നെ ചെടികളൊക്കെ മേടിക്കാം നമുക്കൊരു സാധനങ്ങളൊക്കെ മേടിക്കാം മേളിൽ നിന്ന് വാങ്ങാം അതുപോലെ താഴ്ന്നു വാങ്ങാം മീനൊക്കെ വേണമെങ്കിൽ മേളിൽ തന്നെ കയറി വരണം അങ്ങനെ അതൊക്കെ കണ്ടിട്ട് വീണ്ടും ഇച്ചു പാർക്കിലോട്ട് കയറി വന്നു പാർക്കിലോട്ട് ഇച്ചു ഓരോന്നിൽ കയറുമ്പോൾ ഇക്കായും ഞാനും ഓരോന്നിലൊക്കെ കയറും കേട്ടോ ഞങ്ങളെ കൊണ്ട് പറ്റുന്നതിൽ ചകളും കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസമായിരുന്നു കുറേ സമയം അങ്ങനെ അങ്ങ് പോയി ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പൈനാപ്പിളും മാങ്ങ ഒക്കെ അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ച് അങ്ങനെ സംഭവങ്ങളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുക കേട്ടോ അപ്പം ഇവിടെ നമ്മൾ പുറത്ത് ടിക്കറ്റിന്റെ ചാർജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് എങ്ങനെ മുതിർന്നവർക്ക് എങ്ങനെ ക്യാമറയ്ക്ക് വണ്ടിക്കൊക്കെ അവിടെ ചാർജ് ആവുന്നുണ്ട് അതൊക്കെ പുറത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു ലേ ഔട്ട് പോലെ അവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം ബൈ.